ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ ദിവസം ഇറാനിലെ 140 സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ തിരിച്ചടിക്ക് ശ്രമം നടത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ കുവൈറ്റിലെ പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം, വെടിമരുന്നുശാല, US റഡാർ കേന്ദ്രം എന്നിവ തകർത്തതായാണ് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആകാശപരിധിയിലെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും വിജയകരമായി പ്രതിരോധിച്ചതായും എവിടെയും നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അതേക്കുറിച്ച് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് UAE കൂടി ആക്രമണം നടത്തുന്നത് ഇറാൻ. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇറാൻ UAE, സൗദി എന്നിവിടങ്ങളിലെ അമേരിക്കൻ നാവിക താവളങ്ങളിലേക്ക് ആക്രമണം നടത്തിയതാണ്. UAEക്ക് അത് വലിയ തിരിച്ചടിയായതുമാണ്. അത് വലിയ ആശങ്കയ്ക്ക് വഴിമരുന്നിട്ടതാണ്. പക്ഷേ പിന്നീട് കുറേ നാളുകളായി ഇത് നിർത്തിവെച്ചിരുന്നു. ഇറാനും UAEയും സൗദിയും ഡീലാകാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നതാണ്. ഇവർ തമ്മിൽ ചർച്ച നടക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ സൗദിയെയും UAEയും ആക്രമിക്കാത്തത് എന്ന തരത്തിലുള്ള പലതരം വിലയിരുത്തലുകൾ പുറത്തു വന്നത്. ഇപ്പോൾ വീണ്ടും UAEയെ ഇറാൻ ലക്ഷ്യമിടുന്നു. അതിന് പിന്നിൽ എന്താകും? അതൊരു നിഗൂഢത ചൂഴ്ന്നു നിൽക്കുന്ന അന്തരീക്ഷമാണ്. എന്തുകൊണ്ട്? കുറച്ചു കാലത്തേക്ക് UAEയെ സ്പെയർ ചെയ്തിരുന്നു, വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും UAEക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ് ഇറാനിൽ നിന്നും. നമുക്ക് ഈ പാറ്റേൺ ഒന്ന് പരിശോധിക്കാം. ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വന്ന ആക്രമണത്തിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ 2026 ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം, അന്ന് ഏതാണ്ട് ആദ്യത്തെ രണ്ടാഴ്ച ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. സൗദിക്ക് നേരെ ഉണ്ടായി. UAEയുടെ പല സ്ഥലങ്ങൾ, ദുബായും അബുദാബിയും ഷാർജയും റാസൽ ഖൈമയും ഒക്കെ തന്നെ വിവിധങ്ങളായ ഇടങ്ങളിൽ ആക്രമണമുണ്ടായി. തീരപ്രദേശങ്ങളിലൊക്കെ വലിയ ആക്രമണങ്ങളുണ്ടായി. അതേപോലെ ബഹ്റിനിലേക്ക് ആക്രമണം ഉണ്ടാകുന്ന സ്വാഭാവികമായി വേണമെങ്കിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റിനിലെ മനാമയിലാണ്. അതുകൊണ്ട് അവിടെ തീർച്ചയായും ഒരു ഹോട്ട്സ്പോട്ട് തന്നെയാണ്. അതേപോലെ ഖത്തറാണ് അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമതാവളത്തിൻ്റെ ആസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് ഖത്തർ മധ്യസ്ഥ രാജ്യമാണ് എങ്കിലും, പലപ്പോഴും ഇറാനുമായി പല കാര്യങ്ങളും യോജിക്കുന്ന രാജ്യമാണ് എങ്കിലും ഒക്കെ തന്നെ ഖത്തറും ആക്രമണ വിധേയമായി. എന്തിന്, ഒമാൻ പോലും ആക്രമണ വിധേയമായി. ഒമാൻ സാധാരണ ഇറാനോട് ചങ്ങാത്തമുള്ള രാജ്യമാണ്. മുൻപ് മധ്യസ്ഥത വഹിച്ചു. പലപ്പോഴും ഇറാൻ പക്ഷപാതിയാണ് എന്ന് അമേരിക്ക പലപ്പോഴും കരുതിയിരുന്ന രാജ്യം കൂടിയാണ് ഒമാൻ. ഒമാൻ്റെ തീരപ്രദേശങ്ങളിലും ചില തുറമുഖങ്ങളിലും അന്ന് ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ഒമാനിൽ ആക്രമണം ഉണ്ടായതായി ഈ വെയ്വിൽ ഒമാൻ വിട്ടുപിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോർദാൻ എന്ന രാജ്യം, GCC മേഖലയിലേക്ക് പുറത്ത് ജോർദാൻ എന്ന രാജ്യം, കുവൈറ്റ്, പലയാവർത്തി കുവൈറ്റിൽ ആക്രമണമുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്ന എല്ലാ ആക്രമണത്തിലും കുവൈറ്റ് ഒരു ഇരയാണ്. കുവൈറ്റിലെ വലിയ തോതിൽ അമേരിക്കൻ എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഒക്കെയുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ ഒരു ആശയക്കുഴപ്പം, ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിലാണ്. ഏത് രാജ്യമാണ് ഇറാൻ്റെ മനസ്സിൽ കരടായി അല്ലെങ്കിൽ കണ്ണിൽ കരടായി നിൽക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ എക്രോസ് ദ ഫ്രോണ്ടിയർ അറ്റാക്കാണ്. പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ല എന്ന് തോന്നാം. വേണമെങ്കിൽ ആർഗ്യുമെൻറ്റിന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്. 2 രാജ്യങ്ങൾ ഇവിടെ വേറിട്ട് നിൽക്കുന്നു. GCC മേഖലയിലെ ബഹ്റിനും UAEയുമാണ് അബ്രഹാമിൻ്റെ പേരിൽ ഇസ്രയേലുമായി കരാറൊപ്പിട്ട രാജ്യങ്ങൾ. അതുകൊണ്ട് ഈ രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2020 ഡൊണാൾഡ് ട്രംപ് തൻ്റെ ആദ്യ ഊഴം പ്രസിഡൻസിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യപ്രകാരം ഇസ്രയേലും വിവിധ അറബി രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിൽ അവരുടെ ആദിമ പിതാവെന്ന് കോമൺ ജ്യൂസ് ആൻഡ് അറബ്സ് വിചാരിക്കുന്ന ആദിമ പിതാവെന്ന് വിശ്വസിക്കുന്ന അബ്രഹാമിൻ്റെ പേരിൽ സമാധാന കരാർ ഒപ്പിട്ടു. അതിൻ്റെ ഭാഗമായി ഈവൻ UAE പോലെയുള്ള രാജ്യത്തിന് നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നത് മാത്രമല്ല, ഈവൻ സൈനിക സഹായം പോലും ഇസ്രയേൽ നൽകിയ ഒരു പാരമ്പര്യമാണ്. അത് ഈ അടുത്ത സമയത്ത് പോലും UAEയുടെ എയർ ഡിഫൻസിന് വേണ്ടി ഇസ്രയേലിൻ്റെ അയൺ ഡോം മാതൃകയിലുള്ള സംവിധാനം ഇസ്രയേൽ ഒരുക്കി കൊടുത്തു എന്നും വാർത്തകളുണ്ട്. അപ്പോൾ അതിനർത്ഥം വലിയ രീതിയിലുള്ള സഹകരണമാണ്. മുൻപുള്ള രീതിയിൽ ഇസ്രയേലിനോട് അറബ് രാജ്യങ്ങൾക്ക് ശത്രുതയില്ല. പക്ഷേ അപ്പോഴും സൗദി അറേബ്യ കൈ കൊടുക്കാൻ വൈകി. സൗദി അറേബ്യ
അബ്രഹാമിക് കരാറിൽ ഒപ്പിടും എന്ന ഘട്ടം വന്നപ്പോഴാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഗസയിൽ നിന്ന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതും 1200ഓളം പേരെ വധിക്കുന്നതും 250ഓളം പേരെ കൊണ്ടുപോകുന്നതും പിടിച്ചു കൊണ്ടുപോകുന്നതും ബന്ദികളാക്കി കൊണ്ടുപോകുന്നതും അപ്പോഴാണ്. അപ്പം പല രീതിയിലാണ് ഇസ്രയേലുമായി ബന്ധം വെച്ച് നോക്കുമ്പോൾ പല രീതിയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. അപ്പോൾ ഇറാന് നല്ല കലിപ്പുണ്ടാകണം, ഇസ്രയേലിനോട് സന്ധി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളോട് നല്ല കലിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരെ മാത്രമല്ല, ഒമാൻ ഒരു രീതിയിലും ഇസ്രായേലിനോട് അങ്ങനെ സന്ധി ചെയ്ത രാജ്യമല്ല. ഒമാൻ സുഹൃത്ത് രാജ്യം കൂടിയാണ്. അപ്പോൾ ഒമാനും ആക്രമണ വിധേയമായി. അപ്പോൾ അതുകൊണ്ട് ഈ പാറ്റേൺ നോക്കുമ്പോൾ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുക. ആരാണെങ്കിലും തങ്ങൾ വിടില്ല. ഇപ്പോൾ സൈപ്രസിലേക്ക് ആക്രമണം നടത്തി. എത്രയോ ദൂരെ കിടക്കുന്ന ദ്വീപാണ് സൈപ്രസ്. ഇസ്രയേലിൻ്റെയും എയർ സ്പേസ് കടന്ന് പോയി മെഡിറ്ററേനിയനിൽ കിടക്കുന്ന ഒരു ദ്വീപാണ് സൈപ്രസ്. എന്തിന് ഡിഗോ ഗാർഷിയെ ലക്ഷ്യമാക്കി മിസൈൽ അയച്ചു ഇറാൻ. ഡിഗോ ഗാർഷി ഇങ്ങ് തെക്ക് ഇറാനിൽ നിന്നും ഒരുപാട് 16,000 കിലോമീറ്റർ അകലെ. അപ്പോൾ ഇറാൻ അത്രയും ദൂരത്തിൽ ഹിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കഴിയും എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങൾ. തുർക്കിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ 1-2 പ്രാവശ്യം മിസൈലുകൾ വീണു. അപ്പം ഇറാഖിലെയും സിറിയയിലെയും പല സ്ഥലങ്ങളിലും ഇറാൻ്റെ ആക്രമണമുണ്ടായി. അത് ഖുർദുകൾക്ക് നേരെ നടന്ന ആക്രമണം. ഇറാൻ്റെ ഒരു ശത്രുതാപരമായി നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഖുർദുകൾ. അവർ സ്വയംഭരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പം ഇറാൻ്റെ ഒരു രീതിശാസ്ത്രം, ആക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കിയാൽ ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, ഏത് രാജ്യവും ചുറ്റുപാടുമുള്ള ഏത് രാജ്യവും സുഹൃത്തെന്നോ ശത്രുവെന്നോ നോക്കാതെ, ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ, ഇസ്രയേലുമായി സന്ധി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എല്ലാവരെയും ആക്രമിക്കുക വഴി ആ മേഖലയിലേക്ക് യുദ്ധം കൊണ്ടുപോകുന്നു. അതാണ് ഇറാൻ പ്ലാൻ ചെയ്തത്. ഇത് മേഖലാ യുദ്ധമായി മാറുമെന്ന് ആദ്യം മുതൽ തന്നെ അമേരിക്ക ആക്രമിക്കും എന്ന ഘട്ടം വന്നപ്പോൾ ഫെബ്രുവരി 28 മുൻപ് തന്നെ ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങളെ ആക്രമിച്ചാൽ ഇത് മേഖലാ യുദ്ധമായി മാറും. ഒരിക്കൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ നിർത്തണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല, അത് ഞങ്ങളാവും തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാനേ പറ്റൂ. എപ്പോൾ അവസാനിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന പ്രസ്താവന ഇതോടൊപ്പം ചേർത്ത് വായിച്ചാൽ ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. നിരന്തരമായ ആക്രമണം, ഇറാൻ ഏതെങ്കിലും കാരണവശാൽ ആക്രമിക്കപ്പെട്ടാൽ നിരന്തരം തുടർച്ചയായി പ്രത്യാക്രമണം നടത്തുക, അത് അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ എല്ലാം ആക്രമണം നടത്തുക, ആ മേഖലയാകെ അസ്ഥിരമാകുക. അവിടുത്തെ എണ്ണ വിതരണം തടയുന്നെങ്കിൽ തടഞ്ഞോട്ടെ, ഇറാൻ എണ്ണ വിൽക്കണ്ട എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധം ഇപ്പോൾ വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണല്ലോ. ഇറാൻ്റെ ഒരു തുള്ളി എണ്ണ കൊണ്ടുപോകാനാവില്ല. ഇറാൻ ഇപ്പോൾ നൽകിയിരുന്ന ചില കൺസെഷൻസ്, അമേരിക്ക കൺസെഷൻ നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇറാൻ്റെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാനുള്ള അനുവാദം അതുണ്ടായിരുന്നു. ഇപ്പോൾ അത് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായ ഉപരോധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പൂർണ്ണമായ ആക്രമണം ഇറാൻ നേരിടുന്നു. അപ്പോൾ പ്രത്യാക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇറാൻ പ്രതീക്ഷിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെല്ലാം ചേർന്ന് അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണല്ലോ താൽക്കാലിക വെടിനിർത്തലെങ്കിലും ഉണ്ടായത്. അപ്പം ഇവിടെ പൂർണ്ണ സമാധാനം ഉണ്ടായാൽ അവർ പിന്നെ അടങ്ങിയിരിക്കും. അതുകൊണ്ട് പൂർണ്ണ സമാധാനം ഉണ്ടാകേണ്ട, അതുകൊണ്ട് താൽക്കാലിക വെടിനിർത്തൽ ഇനി തുടർന്നും വരണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ തുടർച്ചയായി സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊള്ളട്ടെ അമേരിക്കയോട്. അങ്ങനെ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തി നിൽക്കും എന്ന പോളിസിയാണ്. അതത്ര ആരോഗ്യപരമാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല, അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇറാൻ എന്ന രാജ്യം നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കടുത്ത പ്രയോഗങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനത്തിന് ജീവനും സ്വത്തിനും സുരക്ഷയില്ലാതെ ആയിരിക്കുന്നു. അമേരിക്ക നൽകും എന്ന് പറഞ്ഞ ആ ഒരു സംരക്ഷണം നൽകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കൃത്യമായി പറയാനാവും. അമേരിക്കയുടെ സംരക്ഷണത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഇത്ര കാലം നിലനിന്നത് എന്നത് ഒരു മിഥ്യാധാരണയായിരുന്നു. സത്യത്തിൽ അമേരിക്കൻ താവളങ്ങൾ അനുവദിച്ചതാണ് ഗൾഫ് രാജ്യങ്ങൾ നടത്തിയ ഏറ്റവും അബദ്ധജടിലമായ തീരുമാനം എന്ന് പല ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ രഹസ്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇതിനെന്താണ് പ്രതിവിധി? അമേരിക്കയെ പൂർണ്ണമായി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത് ഒരു ഭാവിയിലേക്ക് കൂടുതൽ നെഗോസിയേഷൻസ് നടത്താൻ പരസ്പരം ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും എല്ലാം തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടത്തി രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ ഇത് മാത്രമാണ് അവസ്ഥ, ഇത് മാത്രമാണ് പരിഹാരം, ഇത് മാത്രമാണ് ഉപാധി എന്ന് മനസ്സിലാക്കി ഇറാൻ ആക്രമണം നടത്തുന്നു.
കപ്പലുകളെ ആക്രമിക്കുന്നതിന് പിന്നിലും അതുതന്നെയാണ്. സുഗമമായ പാത ഒരുക്കി കഴിഞ്ഞാൽ, ഇറാൻ്റെ അനുവാദമില്ല സുഗമമായി ഹോർമോസിലൂടെ ഗതാഗതം നടക്കുമെങ്കിൽ, കപ്പൽ ഗതാഗതം നടക്കുമെങ്കിൽ ഇറാന് പിന്നെ വിലയില്ല. ഇറാൻ പറയുന്നത് ആരും കേൾക്കില്ല. നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഇറാന് പിന്നെ സ്ഥാനമുണ്ടാവില്ല. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണ പദ്ധതിയാണ് ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറയാം.